അപ്പോൾ ഈ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം മോക്ഷം കിട്ടുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇവിടെ പൊതുവെ. മോക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യനാണ്, ഇന്ന് രക്ഷിതാക്കളുടെ മകനാണ് എന്നൊക്കെ മനസ്സിലാക്കി മുന്നേറുന്ന ഞാൻ ദൈവത്തെ അന്വേഷിച്ചെന്ന് ദൈവ യാഥാർത്ഥ്യത്തെ അറിഞ്ഞ് ഞാൻ ആ യാഥാർത്ഥ്യമാണ് എന്ന കാഴ്ചയിലും അറിവിലും ബോധത്തിൽ ആ ദൈവമാണെന്നുള്ള സാക്ഷാത്കാരം പ്രാപിക്കുമ്പോഴാണ് ഞാൻ മനുഷ്യനല്ലാതെ ദൈവ സാക്ഷാത്കാരമായി തീരുകയാണ്. മനുഷ്യതലത്തിൽ നിന്ന് മോചനം എന്നുള്ളതാണ് മോക്ഷം. മനുഷ്യതലത്തിൽ നിന്ന് ദൈവിക തലത്തിലേക്ക് ഉയർന്ന് ദൈവികമായി തീരും. അതാണ് അഹം ബ്രഹ്മാസ്മി തത്വം. എല്ലാവരുമായി തന്നെ, പക്ഷെ നിങ്ങൾ അറിഞ്ഞില്ല. ഞാൻ എന്താ അറിഞ്ഞിരിക്കണം, അതുപോലെ നിങ്ങളും അറിയാൻ ശ്രമിക്കുക. അറിഞ്ഞ് ഉയർന്നാൽ മതി. അറിഞ്ഞ് ഉയരെന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്ക് ബോധം യാഥാർത്ഥ്യമാണെന്നുള്ള കാഴ്ചയിൽ ബോധത്തിലും വൈകിയിരിക്കണം. പിന്നെ നിങ്ങൾ അവനാണ് ഞാൻ, അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മാണ്ടമാണ്, ബ്രഹ്മാണ്ടമായ ഈശ്വരനും അല്ലാഹുവാണ് എന്നുള്ള കാഴ്ചയിൽ ബോധത്തിലും ഒഴുകി അവനായി പോയിരിക്കുക. നിങ്ങൾ എല്ലാവരും അതാണെന്നുള്ള ദൈവിക ലോകത്തിൽ നിങ്ങൾ എല്ലാവരെയും ആ ദൈവികമായി കാണുന്ന അതാണ് കൈകൂപ്പി വന്നിരിക്കുന്നു. കൽക്കറി എല്ലാവരോടും സ്നേഹിച്ചു. ആരെയും നിങ്ങൾ സ്നേഹിക്കുന്നപ്പോൾ അല്ലാഹുവിനെ, ദൈവത്തെ, ഈശ്വരനെയാണ് സ്നേഹിക്കുന്നത്. എല്ലാവരിലും ആ പരമാത്മാവായ ഈശ്വരനല്ലേ. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നത് പരമാത്മാവായ ഈശ്വരനെയാണ്, അല്ലാഹുവിനാണ്, ആ ദൈവത്തെയാണ്. എല്ലാത്തിനും ഞാനും അതാണ്, നിങ്ങളതാണ്, നിങ്ങളും അതാണ്. അപ്പോൾ ആരെ സ്നേഹിച്ചാലും ദൈവത്തെ സ്നേഹിച്ചു, ആരെ സഹായിച്ചാലും രക്ഷിച്ചാലും ദൈവത്തെ സഹായിച്ചു, അല്ലാഹുവിനെ സഹായിച്ചു. ആരെ വേർതിരിച്ചാലും, ആരെ ഉപദ്രവിച്ചാലും, ആരെ ശല്യപ്പെടുത്തിയാലും ദൈവത്തെ ഉപദ്രവിച്ചു. അപ്പോൾ ആ ദൈവം ശിക്ഷിക്കും. ദൈവത്തിന് ഇഷ്ടക്കേടായി ദൈവം നമ്മളെ ശിക്ഷിക്കും. ആര് സഹായിച്ചാലും ആ ദൈവം നമ്മളെ സഹായിക്കും. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ തൃപ്തി നേടുന്നത്. ആ ദൈവത്തിൻ്റെ തൃപ്തിയാണ് നമ്മൾ ചുറ്റുവട്ടത്തിലുള്ള ദൃശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ തത്വമസിയുടെ തൃപ്തിയാണ് ദൈവിക തൃപ്തി. ആ ദൈവത്തെ ഉപദ്രവിക്കുക ആ ദൈവത്തിൻ്റെ അതൃപ്തിയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടക്കേടോ. അതിങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും തൃപ്തിയും സന്തോഷത്തിലും രക്ഷയിലുമായി തീരുന്നത്. അങ്ങനെ എതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ജീവികൾ പ്രവർത്തിക്കും ദൈവത്തിൻ്റെ എതിർപ്പുകളും ഇഷ്ടക്കേടും ഒക്കെ സമ്പാദിക്കുന്നത്.